ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ചിലരുടെ നിന്ദാവാക്കുകൾ കേൾക്കുമ്പോൾ പലർക്കും വിഷമം തോന്നാറുണ്ട്. പക്ഷേ എന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് എവിടുന്ന? പരമാനന്ദമായിരിക്കുന്ന പരമേശ്വരനിൽ നിന്ന്, പരമമായ ഈശ്വരനിൽ നിന്നാണ് നാം ഓരോരുത്തരും വന്നിരിക്കുന്നത്. ഈ നിന്ദിക്കുന്നവരും അവിടെ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവർക്കറിയില്ല അവർ അവിടെ നിന്നാണ് വന്നത്, നമ്മളും അവിടെ നിന്നാണ് വന്നത് എന്ന് അവർക്ക് മനസ്സിലാവണ്ടേ? അത് മനസ്സിലായാൽ ആരും ആരെയും നിന്ദിക്കുകയില്ല. അറിയാത്തത് കൊണ്ടാണെന്ന് സമാധാനിക്കൂ. മാത്രമല്ല, നിന്ദിക്കുമ്പോൾ വിഷമിക്കുകയല്ല വേണ്ടത്. എന്ത് ചിന്തിക്കണം? ദീനത എന്തിനു മനമേ കേൾക്കൂ, ആനന്ദക്കുട്ടി നീയാകുന്നു നൂനം, ഹീന സംസാരത്തെ തള്ളൂ എന്നാൽ സാനന്ദം വാണിടാം മനമേ നിവാവാ. ദീനത എന്തിനു മനമേ കേൾക്കൂ. നമ്മളെ മറ്റുള്ളവർ പരിഹസിച്ചാൽ അതിലെന്തിനാ നമ്മൾ സങ്കടപ്പെടേണ്ട ഒരാവശ്യവുമില്ല. കാരണം നമ്മളെല്ലാവരും ആനന്ദത്തിൽ നിന്നും വന്നവരാണ്. ആനന്ദക്കുട്ടിയാകുന്നു, ആനന്ദക്കുട്ടി നീയാകുന്നു നൂനം. ഉറപ്പായിട്ടും നമ്മൾ അതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഐസ് എവിടെ നിന്നാ വാസ്തവത്തിൽ വന്നിരിക്കുന്നത്? നീരാവിയിൽ നിന്നല്ലേ? നീരാവിയിൽ നിന്ന് വെള്ളവും വെള്ളത്തിൽ നിന്ന് ഐസും ഉണ്ടായി. ഈ ഐസിൻ്റെ ഉത്പത്തി സ്ഥാനം എവിടെയാണ്? നീരാവിയാണ്. അതുപോലെ നമ്മളെല്ലാവരും ഈ ജഗത്തിലെ സർവ്വ വസ്തുക്കളും സർവ്വ ജീവജാലങ്ങളും സർവേശ്വരനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ ബോധം നമുക്കുണ്ടായാൽ, ഈശ്വരൻ ആനന്ദസ്വരൂപിയാണെങ്കിൽ നമ്മളും ആനന്ദസ്വരൂപികൾ തന്നെയാണ്. പക്ഷേ നമുക്കതറിയുന്നില്ല. അതാണ് നമുക്കുള്ള കുഴപ്പം. അതറിഞ്ഞു കഴിഞ്ഞാലോ ഹീനമായ ഇത്തരം വാക്കുകളെ നമ്മൾ ഗണിക്കാതെ തള്ളിക്കളയണം. ദീനത എന്തിനു മനമേ കേൾക്കൂ, ആനന്ദക്കുട്ടി നീയാകുന്നു നൂനം, ഹീന സംസാരത്തെ തള്ളൂ എന്നാൽ സാനന്ദം വാണിടാം മനമേ നിവാവാ. അല്ലയോ മനുഷ്യേ, നീ ഈ ലോകവസ്തുക്കളുടെയും വ്യക്തികളുടെയും പിന്നാലെ പോയി അവരുടെ ദുഷിച്ച വാക്കുകൾ കേട്ട് നീ ദുഃഖിതനാവണ്ട. നീ ആനന്ദത്തിൽ നിന്നും വന്ന ആളാണ്. നീ സന്തോഷിക്കൂ. ആരുടെയും സന്തോഷവാക്കുകൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് സ്വയമേവ ആനന്ദിക്കാൻ കഴിയുന്നതാണ്. മനസ്വസ്ഥതൈവ ആനന്ദ. മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി വയ്ക്കൂ, ഇതിൻ്റെ പുറകെയെല്ലാം ഓടിപ്പോവാതെ എന്നാണ് മഹത്തുക്കൾ നമ്മോട് പറയുന്നത്. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ മറ്റുള്ളവരുടെ അപവാദം കേൾക്കുമ്പോൾ ദുഃഖിക്കുന്നതായ വ്യക്തികൾ ഇതൊന്ന് അയവിറക്കുന്നത് നല്ലതായിരിക്കും. ദീനത എന്തിനു മനമേ കേൾക്കൂ, ആനന്ദക്കുട്ടി നീയാകുന്നു നൂനം, ഹീന സംസാരത്തെ തള്ളൂ എന്നാൽ സാനന്ദം വാണിടാം മനമേ നിവാവാ. വസ്തുക്കളുടെ പിന്നാലെ പോകാതെ നീ നിന്റെ സ്വന്തം സ്വരൂപത്തിലേക്ക് തിരിച്ചു വരൂ മനസ്സേ എന്ന് നമ്മുടെ മനസ്സിനോട് നാം പറയുകയും ആ മനസ്സിനെ നമ്മൾ അതിൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് തിരിച്ചു വിടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് പരമമായ സൗഖ്യം ഉണ്ടാവുകയുള്ളൂ.